ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈനി എം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി പുനലൂർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അരുൾകുമാറിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിയോടൊപ്പം ബി.ജെ.പി പ്രവർത്തകർ പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഞാനാണെന്നും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ എനിക്ക് സമ്മതമാണെന്നും ഷൈനി എന്ന ഞാൻ ഇതിനാൽ സത്യപ്രസ്ഥാനം ചെയ്യുന്നു. ഉത്തമമായ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം പഞ്ചായത്തിലെ സ്ഥാനം നികത്താൻ ഞാൻ യോഗ്യനാണെന്നും എൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിന്നും അയോഗ്യനാക്കിയിട്ടില്ലെന്നും കൂടി ഞാൻ സത്യപ്രസ്ഥാനം ചെയ്യുന്നു. ആലഞ്ചേരി സ്വദേശിനിയായ ഷൈനി കഴിഞ്ഞ തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. നിലവിൽ ഷൈനി എൻ.ഡി.എ മഹിളാ മണ്ഡലം സെക്രട്ടറിയാണ്. ഡിസംബർ 10-ാം തീയതി ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി 17-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നല്ലവരായ നാട്ടുകാർ തന്നെ വോട്ട് നൽകി വിജയിപ്പിച്ചാൽ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്ന് ഷൈനി പറഞ്ഞു. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി 17-ാം വാർഡിൽ ഡിസംബർ 10-ാം തീയതി നടക്കുന്ന ബൈ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും വോട്ടും എനിക്ക് തരണം. ഞാൻ ജയിക്കുവാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ എന്ത് കാര്യത്തിനും, അതായത് കഴിഞ്ഞ വർഷം തുച്ഛമായ വോട്ടിന് ആലഞ്ചേരി വാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മാറി നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും എന്നോട് എൻ്റെ വീട്ടിൽ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ വാർഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വന്നവർക്കെല്ലാം അറിയാൻ പറ്റും. എനിക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ ബി.ജെ.പി മെമ്പർ സാധിച്ചു തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്നായാലും. അപ്പം തുടർന്നും ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അതിലുപരി പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ വിഷമങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്. മുൻ വാർഡ് മെമ്പർ അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യയാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡിസംബർ മാസം 10-ാം തീയതി ആലഞ്ചേരി 17-ാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി, ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ശ്രീമതി ഷൈനി എമ്മിനെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചത്. അതിന് പ്രകാരം ഇന്നേ ദിവസം നാമനിർദ്ദേശ പത്രിക ബഹുമാനപ്പെട്ട വരണാധികാരിക്ക് മുന്നിൽ സമർപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആലഞ്ചേരിയിലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. അവിടെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അവരുടെ കാലാവധി പൂർത്തിയാക്കാതെ, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ജനങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. വളരെ തുച്ഛമായ കാലയളവ്, 1 വർഷത്തോളമാണ് ഇനി നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കാലാവധി അവശേഷിക്കുന്നത്. ഈ 1 വർഷക്കാലമെങ്കിലും ആലഞ്ചേരി വാർഡിലെ ജനങ്ങൾ അനാഥമാകാതിരിക്കുവാനും അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒരു സ്ഥിരമായിട്ടുള്ള ജനപ്രതിനിധി വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ, വളരെ മെച്ചപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്ത്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷവും 4 വർഷക്കാലം ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന ശ്രീമതി ഷൈനിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചിട്ടുള്ളത്. ഷൈനിയുടെ വിജയം തീർച്ചയായിട്ടും സാധ്യമാണ്. ആലഞ്ചേരി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന 1 വർഷക്കാലം അവർക്ക് ആശ്വാസകരമായ വർഷമായിരിക്കും. ജനപ്രതിനിധി ഇല്ല എന്നുള്ള അവസ്ഥ മാറും, അനാഥത്വം ഇല്ലാതെയാകും. ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലും ഈ സ്ഥാനാർത്ഥിയുടെ വിജയിച്ചു വന്നാൽ ഷൈനിയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകും. അതിനായി എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. നോമിനേഷൻ സമർപ്പിച്ചു. ഒരിക്കൽ കൂടി സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.
രാധാസ്